ഹലോ ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് വർക്കൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ നേരത്താണ് ജിത്തുവിൻ്റെ ഒരു കോള് വന്നത്. ഒരു സ്റ്റേജ് വർക്ക് ഉണ്ട്, നമുക്ക് പോയാലൊന്ന്. ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോയി. ചെറിയൊരു മാമോദീസ പരിപാടി. നമ്മളത് ഏറ്റെടുത്ത്, ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യുന്നത്. ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ അത് കാണിച്ചു തരാം. ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റേജാണ്. അതിനൊരു മാമോദീസ പരിപാടിക്ക് വേണ്ടിയിട്ട് ഭംഗിയാക്കി സ്റ്റേജ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങളവിടെ മാറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മാറ്റ് സെറ്റ് ചെയ്തിട്ട് ഗ്യാപ്പ് ഉണ്ട്, അതിൽ ടേപ്പ് ചുറ്റണം. ടേപ്പ് ചുറ്റിക്കാണ്ട് ജിത്തു ആ തുണി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. തുണി കയറ്റി കഴിഞ്ഞിട്ട് ഫ്രെയിം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നടി, പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് എല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ജിത്തു ആ മറ്റേ മേളിൽ ഫ്രെയിമൊക്കെ വെച്ച് മേളിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ തുണിയൊക്കെ ഞൊറിയിട്ടിട്ട് പൊക്കണം. കുറച്ച് ഹൈറ്റ്, അതായത് സ്റ്റേജിൻ്റെ ഹൈറ്റിനെ പൊക്കിയിട്ട് വേണം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ. ഞൊറി ഇടാൻ കാണിച്ചു തരാം. ഞൊറി ഇതാ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു മടക്ക് വരുന്ന പോലെ ഞൊറി ഇടണം. എന്നാലും നമുക്ക് പിന്നടിക്കുമ്പോൾ അതിനൊരു ക്ലിയർ ഉണ്ടാവുള്ളൂ. ഒരേ തുണിയിൽ നമ്മൾ ഞൊറി കറക്റ്റാക്കി ഇടണം. ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഞൊറി ഇങ്ങനെ കറക്റ്റാക്കി ഇടണം. അങ്ങനെ ഞങ്ങൾ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പിന്നടി തുടങ്ങാൻ പോവാണ്. ഈ പിന്നാണ് യൂസ് ചെയ്യണത്. ഗൈസ്, അത്രയും ഭാഗം ഞങ്ങൾ പിന്നടിച്ചു കഴിഞ്ഞു. ഇനി ജിത്തു എങ്ങനെ പിന്നടിക്കാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. കറക്റ്റായിട്ട് ഞൊറി ഇട്ടിട്ട് വേണം പിന്നടിക്കാൻ, അല്ലെങ്കിൽ അത് ചെരിഞ്ഞു പോവും. ഉണ്ടോ, കറക്റ്റ് ലൈനായിട്ടാണ് വരുന്നത്. കറക്റ്റായിട്ട് പിന്നടിക്കണം. അങ്ങനെ ഞങ്ങൾ അതിൽ സീലിംഗ് അടിച്ചു. ആ ബോർഡർ നീലയും വെള്ളയായിട്ട് സീലിംഗ് ഞാൻ അതിൽ പിന്നൂത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിച്ചു വന്നാലാണ് സ്റ്റേജിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് മേളിലൊരു ഡൂം കൂടി കെട്ടണം. മേൽഭാഗം കവർ ചെയ്ത് കഴിഞ്ഞാലാണ് ഫുള്ള് ഫിനിഷ് ആവുള്ളൂ സ്റ്റേജ്. അങ്ങനെ ഈ അറ്റെത്തിയപ്പോൾ ചിത്തുവിന് കൈവേദന തുടങ്ങി. അപ്പോൾ പിന്നെ പിന്നടി ചേഞ്ച് ചെയ്തു. ഞാൻ കയറാന്ന് വെച്ചു. ഞാൻ ചെയ്യാൻ പോകുന്നത് ഡൂമ് മേളിൽ കയറി കെട്ടിയിട്ട് ഇതൊന്നും ഇങ്ങനെ വലിച്ചു കെട്ടണം. എന്നാലാണ് മേൽഭാഗം ഫുള്ള് കവർ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഫാന് അവിടെ കാണാം. മേൽഭാഗം ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഡൂം, അങ്ങനെ ഞങ്ങളുടെ ഡൂമിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മേൽഭാഗം ഒന്നും കാണില്ല, ഫുൾ കവറായി, ഫുള്ളി കവറായി. ഞങ്ങൾ കുറച്ചു നേരം ചെയ്തപ്പോൾ ഭയങ്കര ക്ഷീണിച്ചു. അപ്പൊ ഒന്നും നോക്കിയിട്ട് ഞങ്ങൾ അടുത്തുള്ള കടയിൽ പോയിട്ട് 2 ചായ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ജിത്തു ബലൂണിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബലൂണിന്റെ കവർ പൊട്ടിക്കാൻ വേണ്ടി കുറെ നേരം ട്രൈ ചെയ്യണം, ഒന്നും നടക്കണില്ല. പലവിധം ശ്രമങ്ങളും അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് കടിച്ചു വലിച്ചു ഗൈസ്. ബലൂൺ അങ്ങനെ ഞങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങിയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. രജിത്ത് നിൽക്കുന്നു. ഇതൊന്നും പറയണ്ടേ? അതെ.